പ്രിയപ്പെട്ടവരെ, സംഭവബഹുലമായ ഒരു വർഷത്തിന് തിരശ്ശീല വീഴാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ആശങ്കകളും ആകുലതകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു വർഷം കടന്നു പോവുകയാണ്. ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് നഷ്ടമായ ഒരു വർഷമാണ് 2020. ഈ ആകുലതകൾക്കിടയിലും സർഗധനരായ ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയായ പയ്യന്നൂർ സർഗജാലകത്തിന് വൈവിധ്യമാർന്ന പ്രവർത്തനത്തിലൂടെ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് സംതൃപ്തി പകരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് പ്രൗഢഗംഭീരമായി തുടക്കം കുറിച്ച സർഗജാലകം കലാ സാഹിത്യ സാംസ്കാരിക വേദി പിന്നീട് പൊതു ഇടങ്ങളിൽ സംവദിക്കാൻ നമുക്ക് സാധിച്ചില്ല. വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കലാസാഹിത്യ വേദികൾ രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. 2 ദിവസം സാഹിത്യ ചർച്ചകളും ഗീതകം, കവിത, ഗാനാലാപന പരിപാടി, ചിത്രകം, ചിത്രരചന, സംഗീതകം, ഉപകരണ സംഗീതം, കർണാടക സംഗീതം, ഗസൽ, വിനോദ വിജ്ഞാന പരിപാടികൾ, സാമൂഹ്യ വിഷയത്തിൽ ചർച്ചകൾ എന്നിവയെല്ലാം മുടക്കം കൂടാതെ നടത്തുക മാത്രമല്ല, ഓരോ രംഗത്തും അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കാനും നമുക്ക് സാധിച്ചു. ഈ വർഷത്തെ അവസാന പരിപാടിയായ ഇന്ന് ഏറെ സവിശേഷതകളും പ്രാധാന്യവും ഉള്ളതാണ്. ജാലകപ്പുറം സാഹിത്യ ചർച്ചയോടൊപ്പം സർഗജാലകം കുടുംബാംഗങ്ങളുടെ രചനകൾ ഉൾക്കൊള്ളുന്ന കവിതാ സമാഹാരമാണ് ഉൾവലിയും കാഴ്ചകൾ. അത് ഇന്ന് പ്രകാശിതമാകുന്ന അനർഘ നിമിഷങ്ങളാണ് നമ്മെ കാത്തു നിൽക്കുന്നത്. രൂപീകൃതമായി 1 വർഷം തികയുന്നതിന് മുമ്പേ ഇത്തരമൊരു പ്രസിദ്ധീകരണത്തിന് സർഗജാലകത്തിന് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഞാൻ കൂടുതൽ നീട്ടാതെ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഇന്ന് അതിവിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെ ആണ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കാൻ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. പ്രശസ്ത നടൻ എന്നതിലുപരി സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായ ഒരു ബഹുമുഖ പ്രതിഭ ശ്രീ മധുപാൽ. അദ്ദേഹത്തെയാണ് സർഗജാലകത്തിൻ്റെ ആദ്യ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശന കർമ്മത്തിന് നമുക്ക് ലഭിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സൗഭാഗ്യം തന്നെയാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അടക്കം നിരവധി അവാർഡുകളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമി, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി, കേരള ഫോക്ലോർ അക്കാദമി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്തും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായ ട്രൂ ലിസണർ എന്ന കഥയാണ് ഇന്ന് ജാലകപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. മലയാളികളുടെ പ്രിയ നടൻ ശ്രീ മധുപാലിനെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഈ പരിപാടിയിൽ പുസ്തക പരിചയം നടത്തുന്നത് നമ്മുടെ കുടുംബാംഗം പ്രിയ കവി ശ്രീ മാധവൻ പുറച്ചേരി മാഷാണ്. മലയാളത്തിലെ അറിയപ്പെടുന്ന കവികളിൽ ഒരാൾ കൂടിയായ മാധവൻ പുറച്ചേരിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സർഗജാലകത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലം ആണ്. ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തെയും ഔപചാരികമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് ഡോക്ടർ മിനി പ്രസാദ്, കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ മിനി പ്രസാദ് സർഗജാലകത്തിലെ ഒരംഗം പോലെ തന്നെയാണ്. നമ്മുടെ സാഹിത്യ ചർച്ചകൾക്ക് എന്നും മാർഗനിർദ്ദേശങ്ങൾ നൽകിപ്പോന്ന ഡോക്ടർ മിനി പ്രസാദിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന മറ്റൊരു വ്യക്തിത്വം ശ്രീ MV ഷാജി അവറുകളാണ്. അദ്ദേഹവും ഇതിനു മുമ്പ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. ശ്രീ MV ഷാജി മാഷയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഔപചാരികമായി ഇന്ന് നന്ദി പറയുന്നത് സർഗജാലകത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ BV വിജയൻ അവറുകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ ലാഭേച്ഛയില്ലാതെ ഈ പ്രസിദ്ധീകരണം ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് പയ്യന്നൂർ ഫോറസ്റ്റ് ബുക്സ് ആണ്. പയ്യന്നൂർ ഫോറസ്റ്റ് ബുക്സ് സർഗജാലകവുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പയ്യന്നൂർ ഫോറസ്റ്റ് ബുക്സിൻ്റെ പ്രതിനിധികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർഗജാലകത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും സർഗജാലകത്തിൻ്റെ അഡ്മിൻ പാനൽ അംഗങ്ങളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സർഗജാലകത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഗംഗൻ കുഞ്ഞിമംഗലം. സ്വാഗതം പറഞ്ഞ സർഗജാലകത്തിൻ്റെ സെക്രട്ടറി AK ഈശ്വരട്ടൻ, നമ്മുടെ വിശിഷ്ടാതിഥി പ്രിയപ്പെട്ട മധുപാൽ, സർഗജാലകത്തിൻ്റെ പ്രിയ കവി മാധവൻ പുറച്ചേരി, സർഗജാലകം കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട നിരൂപക ഡോക്ടർ മിനി പ്രസാദ്, കഥാകൃത്തും നിരൂപകനുമായ MV ഷാജി, സർഗജാലകത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി BV വിജയേട്ടൻ, പ്രിയപ്പെട്ട സർഗജാലകം കുടുംബാംഗങ്ങളെ, നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമാണിന്ന്. പയ്യന്നൂർ ഫോറസ്റ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച സർഗജാലകത്തിൻ്റെ പ്രഥമ പ്രസിദ്ധീകരണമായ ഉൾവലിയും കാഴ്ചകൾ കവിതാ സമാഹാരം നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്തും തിരക്കഥാകൃത്തും നോവലിസ്റ്റും നടനും സംവിധായകനും ഒക്കെയായ മധുപാൽ പ്രകാശനം ചെയ്യുകയാണ്. വിവിധ മേഖലയിലുള്ള പ്രതിഭകൾ 142 പേർ, കവികൾ, കഥാകൃത്തുക്കൾ, ഗായകർ, ഉപകരണ സംഗീതജ്ഞർ, ചിത്രകാരന്മാരും ചിത്രകാരികളും സാംസ്കാരിക പ്രവർത്തകർ, അങ്ങനെ വിവിധ രംഗത്ത് വ്യാപരിക്കുന്നവരുടെ കൂടാരമാണ് സർഗജാലകം. ഇതിലെ 40 കവികളുടെ 40 കവിതകളുള്ള പുസ്തകമാണ് ഉൾവലിയും കാഴ്ചകൾ. കാഴ്ചകളെ കാണാപ്പുറങ്ങളിൽ ഒളിപ്പിച്ച് അന്തർമുഖത്വം നടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സമകാലത്ത് ഉൾവലിയുന്ന കാഴ്ചകളെ ബിംബവൽക്കരിക്കാൻ കവിക്കുള്ള ബാധ്യത മറവിക്ക് വിട്ടുകൊടുക്കാതിരിക്കുവാനാണ് സർഗജാലകത്തിലെ കവികളെ ഈ ഒരു കവിതാ സമാഹാരത്തിന് പ്രേരിപ്പിച്ചത്. പുതുമുഖ എഴുത്തുകാരെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുകയും അക്ഷരങ്ങളെ അഗ്നിയാക്കി ആവാഹിച്ചെടുത്ത് ഉരുക്കിയെടുത്ത നക്ഷത്രത്തിളക്കമുള്ള കാവ്യ ഉരുപ്പടികളാക്കാനുള്ള ശ്രമത്തിൻ്റെ തുടക്കമാണിത്. കേരളത്തിലെ കലാ സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ സ്ഥാനമുള്ള സർഗജാലകത്തിൻ്റെ പ്രസിദ്ധീകരണം മധുപാലിനെ പോലെ ബഹുമുഖ പ്രതിഭയായ ഒരാൾ പ്രകാശനം ചെയ്യുന്നു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കവിതയും വായനയും വിമർശനവും ചർച്ചയും വിശകലനവും കവിയും വായനക്കാരനും കാഴ്ചക്കാരനുമൊക്കെ ഒന്നുചേരുന്ന സൈബർ ഇടത്തിൻ്റെ സാധ്യതയെയാണ് സർഗജാലകം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിലൂടെ സമകാലിക കവിതയുടെ വരുംകാലങ്ങളിലേക്കുള്ള പ്രയാണമാർഗം തെളിയിക്കുകയും ചെയ്യുകയാണ് ഉൾവലിയും കാഴ്ചകൾ എന്ന ഈ കവിതാ സമാഹാരത്തിലൂടെ. എല്ലാം മികച്ചതാണെന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ഈ വായന നിങ്ങളുടെ മനസ്സിലും അനുരണനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. സർഗജാലകത്തിൻ്റെ പ്രഥമ സംരംഭം എന്ന നിലയിൽ വായനക്കാർ 2 കൈ നീട്ടി തന്നെ ഈ പുസ്തകത്തെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സാണ് ഇതിലെ അക്ഷരങ്ങൾ എന്നതുകൊണ്ട് തന്നെ. ഞങ്ങളുടെ മനസ്സ് പോലെ തന്നെ ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാൻ ബഹുമുഖ വ്യക്തിത്വത്തിനോട് ഉടമയായ മധുപാലിനെ തന്നെ ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം സദാശിവനിരിങ്ങൽ ഏകോപനം നിർവഹിക്കുന്ന സർഗജാലകത്തിൻ്റെ ജാലകപുരം സാഹിത്യ ചർച്ചയിൽ മധുപാലിൻ്റെ ട്രൂ ലിസണർ എന്ന കഥയാണ് ചർച്ച ചെയ്യുന്നത്. കഥാകൃത്തും നിരൂപകനുമായ MV ഷാജിയാണ് കഥാവിശകലനം നിർവഹിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. സർഗജാലകത്തിൻ്റെ പ്രഥമ പ്രസിദ്ധീകരണമായ ഉൾവലിയും കാഴ്ചകൾ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ പ്രിയപ്പെട്ട മധുപാലിനെ സ്നേഹ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസകൾ അർപ്പിക്കുന്നു. പയ്യന്നൂർ സർഗജാലകത്തിന്റെ കൂട്ടായ്മയിലെ 40 കവികളുടെ രചനകൾ ഉൾവലിയും കാഴ്ചകൾ എന്ന ഒരു കവിതാ സമാഹാരം ഈ 2020 അവസാന നാളിൽ നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിന്നിട്ടുള്ള ആൾക്കാർ അവരുടെ സർഗപ്രക്രിയ സജീവമായിട്ട് പുറത്തേക്ക് വരുത്താനുള്ള ശ്രമം എപ്പോഴും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഇതൊരു പ്രിന്റ് മീഡിയത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടാകും. കാരണം അത്
ഒരു സൂക്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു മോണുമെന്റ് പോലെ നമ്മൾ കരുതുന്നതാണ്. എന്തുകൊണ്ട് കവിത എന്നുള്ളത് ഞാൻ ഈ സർഗജാലയത്തിന്റെ സംഘാടകരോട് ചോദിച്ചതാണ്. ഗവൺമെൻ കുഞ്ഞുമകൾ എഡിറ്റ് ചെയ്തുള്ള ഈ 40 കവിതകളിൽ സജീവമായിട്ടുള്ള ജീവിത പശ്ചാത്തലങ്ങൾ, ഓരോ മനുഷ്യന്റെയും അവൻ അനുഭവിച്ചതും കടന്നുപോയതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് കൊണ്ടുള്ള അവന്റെ കാഴ്ചപ്പാടുകൾ പറയാനുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്തുള്ള മുഴുവൻ കവിതകളും വായിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ അത്ര ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഓരോ എഴുത്തുകാരനും അവന്റേതായ ഭാഷയും അവന്റേതായ കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഒരേപോലെയൊക്കെ ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ പറയുന്നു. ഞാൻ എന്റെ ശബ്ദം വേറിട്ട് കേട്ടുപോ എന്ന് ചോദിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ വേറിട്ട് കേൾവിക്കുള്ള ശ്രമങ്ങൾ ഇനിയും ഈ എഴുത്തുകാർ തുടരേണ്ടതുണ്ട് എന്ന് വായനക്കാരൻ എന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഓരോ കവിതകൾക്കും ഞാൻ ഇതിനകത്ത് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എനിക്ക് ചോദിച്ചത് തെറിമരം, ആദിരാ മുരളീധരൻ തെറിമരം എന്നൊരു കവിത എനിക്ക് വലിയ തോതിൽ ഉൾക്കാഴ്ചയുള്ള ഒരു ഫീല് തന്നതായിരുന്നു. പിന്നീട് എനിക്ക് പ്രദീപ് കുറ്റ്യാട്ടൂരിന്റെ അവിശുദ്ധ മുറിവുകൾ എന്ന കവിത, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓരോ കവിതയും നമുക്കൊരു ഇമേജ് തരാറുണ്ട്. അപ്പം ഇങ്ങനെ ചില കവിതകൾ എനിക്ക് വളരെ സജീവമായിട്ട് ഇതിനകത്ത് ഇഷ്ടപ്പെടുകയും, ചിലത് ഞാനിത് പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഈ 2 പേർ മാത്രമല്ല, മറ്റു പലരും അവരുടേതായ, ഇപ്പൊ എല്ലാ കവിതകളിലും മുഴുവൻ കവിതയില്ലെങ്കിലും വരികൾ ഉണ്ടാവും, ചില ഉൾക്കാഴ്ചകൾ ഉണ്ടാവും. ഇത് ഉൾവലിയുന്ന കാഴ്ചകൾ എന്നാണ് ഇതിന് ടൈറ്റിൽ ഇട്ടത്. പക്ഷെ ഉൾവലി കാഴ്ചകൾ മാത്രമല്ല, ഇത് പുറത്തേക്ക് കൂടി കൊണ്ടുവരുന്ന കാഴ്ചകളാണ്. ഏറെ സന്തോഷത്തോടുകൂടി പയ്യന്നൂർ സർഗജാലകത്തിന്റെ കൂട്ടായ്മയിൽ ഗംഗൻ കുഞ്ഞുമകൾ എഡിറ്റ് ചെയ്ത ഉൾവലിയും കാഴ്ചകൾ എന്ന കവിതാ സംഹാരം ഹൃദയപൂർവ്വം സ്നേഹത്തോടെ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാമാരി വർഷിച്ച 2020 പടിയിറങ്ങുമ്പോൾ സർഗജാലകം 2021 വാതിൽ തുറക്കുകയാണ്. ഉൾവലിയും കാഴ്ചകളുമായാണ്, 40 പേരുടെ കവിതകളുമായാണ് 2021 സർഗജാലകം തുറന്നിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അടച്ചിരിപ്പിൻ്റെ നാളുകളിലെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ കവിതകൾ എന്ന് വായനക്കാർക്ക് ബോധ്യപ്പെടും. മനുഷ്യർ അടച്ചിരിപ്പിൻ്റെ നാളുകളിൽ വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ കിളികൾ ശ്രുതിമധുരമായി പാടുന്നുണ്ടായിരുന്നു. അതാണ് കിളികളുടെ ധർമ്മം. മറ്റൊരർത്ഥത്തിൽ അതുതന്നെയാണ് കവികളുടെ ധർമ്മവും. ലോകാനുരാഗത്തിൻ്റെ മൊഴികളിലൂടെ തുറസ്സുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നത് കാലത്തിൻ്റെ ആവശ്യവുമാണ്. അങ്ങനെ ഒരു വർഷത്തിൻ്റെ വലിയ സിംഹഭാഗവും ഇത്തരമൊരവസ്ഥയിലെ മറികടക്കാനുള്ള എഴുത്തിലൂടെയും അതുപോലെ തന്നെ പുതിയ ചിന്തകളിലൂടെയും അതിനെ തരണം ചെയ്യാനുള്ള ഒരു സർവൈവൽ ടെക്നിക്ക് എന്ന നിലയിൽ കൂടിയാണ് എഴുത്ത് കൂടുതൽ പ്രസക്തമാകുന്നത്. ആദ്യത്തെ ഒരു അമ്പരപ്പിന് ശേഷം മഹാമാരിയുടെ ദുരിത മഴയിൽ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കാലത്തെ അടയാളപ്പെടുത്താനുള്ള, തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള സഫലമായ ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള എഴുത്തുകൾ എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കവികൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം. ഉൾവലിയും കാഴ്ചകളിലെ കവിതകളിലും ഈ ഉണർന്നിരിപ്പിൻ്റെ, ഈ ഉന്മേഷത്തിൻ്റെ, ആൺമയുടെയും പെൺമയുടെയും പ്രകൃതിയുടെയും മുറിവുകളും അറിവുകളും തിരിച്ചറിവുകളും അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സത്യത്തിൽ അതാണ് കവികർമ്മമെന്ന് ഉൾവലിയും കാഴ്ചകളും നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. കവിത മനുഷ്യരെ മാത്രമല്ല, സസ്യ ജന്തു വൈവിധ്യത്തോടൊപ്പമാണ് മാനുഷികമായ ലോകത്തെ ആവിഷ്കരിക്കുന്നത്. ഇതിലെ ഓരോ കവിതകളും വായനക്കാരനെ
നിരാശപ്പെടുത്തുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ പ്രകാശന ചടങ്ങിൽ മധുപാലിനോടൊപ്പം ഞാനും പങ്കാളിയാകുന്നു. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. കവിത ജീവിതം തന്നെയാണ് എന്ന് ഇതിലെ ഓരോ വരികളും നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഉൾവലിയും കാഴ്ചകളിലെ 40 കവിതകളെയും കുറിച്ച് ഞാൻ അതിൻ്റെ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്. കവിത എല്ലാ കാലത്തും ഉറച്ചിരിക്കുന്നവൻ ഒലിച്ചു പോവുകയും ചലിച്ചിരിക്കുന്നവൻ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ചരിത്രം കൂടിയാണ്. അതുകൊണ്ട് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് കവിതയുടെ ഒരു സാർവലൗകിക നിയമമാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ നീതിബോധത്തിൻ്റെ അടയാളങ്ങളുമാണ് ഓരോ കവിതകളും. ലോകം ഇങ്ങനെയല്ല, കുറെ കൂടി നീതിപൂർവമായിരിക്കണം എന്ന് വിളിച്ചു പറയലാണ് ലോകത്തെല്ലായിടത്തും കവിത ചെയ്തിട്ടുള്ളത്. കവിത എന്താണ് എന്ന ചോദ്യത്തിന് എന്തല്ല എന്ന ഉത്തരമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലെ കവിതകൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെയും ഈ പ്രപഞ്ച അനുഭവത്തിൻ്റെയും നാനാതരത്തിലുള്ള വൈവിധ്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു കവിതയെ മുൻനിർത്തി എന്തെങ്കിലും പറയുകയല്ല എൻ്റെ ലക്ഷ്യം. ഈ കവിതകളിലുടനീളം പുതു കവിതയുടെ ശക്തിയും സൗന്ദര്യവും ദൗർബല്യവും പ്രകടമാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ഗൗരവമായ ചില അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. എഴുത്തെന്ന് പറയുന്നത് അത് ഒരു നേരം പോക്കിയല്ല, നേരം പോക്കാനുള്ള ഒരു ഉപാധിയുമല്ല. അത് തന്നെ കൊടുത്ത് വാങ്ങേണ്ട, അവനവനെ തന്നെ പണയപ്പെടുത്തേണ്ട ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കവിതകളിലുടനീളം ഈ അടച്ചിരിപ്പിൻ്റെയും അതോടൊപ്പം അതിൻ്റെ സംഘർഷത്തെയും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുറിവേറ്റ സ്ത്രീയുടെ വിങ്ങലുകൾ, അതുപോലെ പെൺനീതി ബോധത്തിൻ്റെ ചിത്രങ്ങൾ, അങ്ങനെ അതാണ് ആശാൻ ലീലയിൽ പറയുന്ന കരുണ ഈ വിധം പുലമ്പി കരുമനയാലവൾ മൂർച്ച പൂണ്ടിരുന്നു എന്നാണ്. കരുണ എന്ന് പുലമ്പുകയാണ് എഴുത്ത് അടിസ്ഥാനപരമായി ചെയ്യുന്നത്. അത് ചിലപ്പോൾ വിങ്ങലിലൂടെ ആവാം, വിതുമ്പലിലൂടെ ആവാം, തേങ്ങലിലൂടെ ആവാം, അലമുറയിലൂടെ ആവാം, ഒരു പക്ഷേ ഏറ്റവും ഹിംസാത്മകമായ ആക്രോശത്തിലൂടെയും അത് നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ ഭിന്ന ശ്രുതികളിലൂടെയാണ് കവിതയിലെ ഈ തങ്ങളുടേതായ വൈകാരിക അനുഭൂതികളെയും നൈതിക ബോധ്യങ്ങളെയും ആവിഷ്കരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ കാലം എന്ന് പറയുന്നത് അനീതികൾ നിറഞ്ഞ, അനീതികൾ പെരുമഴയായി പെയ്യുന്നൊരു കാലമാണ്. അതുകൂടാതെ ഈ മഹാമാരിയുടെ മഹാദുരന്തങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഇന്നേ വരെ നേടിയെടുത്ത വലിയ പുരോഗതികളെ മുഴുവൻ തന്നെ സംശയത്തോടെ നോക്കിക്കാണേണ്ട ഒരു സമകാലിക ജീവിത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉൾവലിയും കാഴ്ചകളിലൂടെ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇങ്ങനെ ഉൾവലിയേണ്ടി വന്ന, ഒരുപക്ഷെ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടി വന്നത് നമ്മളാണോ ഭൂമിയാണോ എന്ന സന്ദേഹം നമുക്ക് തീർച്ചയായും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത്രയേറെ മനുഷ്യൻ്റെ ഇടപെടലിലൂടെ പരിക്കേറ്റ ഭൂമിയുടെ ഒരു ആശ്വാസ അന്തരീക്ഷം കൂടി ഈ മഹാമാരിയുടെ അടച്ചിരിപ്പിൻ്റെ നാളുകളിൽ ലോകം കണ്ടു കഴിഞ്ഞു. പ്രാണവായുവിടെ പരിശുദ്ധിയും വെള്ളത്തിൻ്റെ ഒരു മാലിന്യമുക്തമായ വെള്ളത്തിൻ്റെ അവസ്ഥയും ഇതെല്ലാം തന്നെ നമ്മുടെ വർത്തമാനകാല ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് നാം കണ്ടു കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഉൾവലിയും കാഴ്ചകളെയും വേറിട്ട ചിലതാക്കി മാറ്റുന്നത്. തീർച്ചയായും പ്രതീക്ഷിക്കാനും നിരാശപ്പെടാതിരിക്കാനും പല കാരണങ്ങളുണ്ട് എന്ന് ഈ കവിതകളും വിളിച്ചു പറയുന്നുണ്ട്. കവിതയിലെ മുഴുവൻ പേർക്കും, വായനക്കാർക്കും
എല്ലാവിധ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് പുതുവർഷാശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടക്കുന്ന ഫോറസ്റ്റ് ബുക്സിൻ്റെ ഉൾവലിയും കാഴ്ചകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സാഹിത്യം എപ്പോഴും എത്ര പറഞ്ഞാലും തീരാത്തതിന് വണ്ണം ലോകത്ത് ഖനികൾ ശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും എഴുത്തിൻ്റെ മേഖലകളിലൂടെ നമ്മുടെ എഴുത്തുകാർ തെളിയിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഉൾവലിയും കാഴ്ചകൾ എന്ന സമാഹാരത്തിലെ എല്ലാ കവിതകളും. ഒരുപക്ഷെ ഇവരൊക്കെ ആദ്യം എഴുതിയവരാകാം, ഇനി ഇവർ കുറേയധികം എഴുതുവാനുണ്ടാവാം, അതൊക്കെ സത്യമായിരിക്കാം. എങ്കിലും നമ്മളെ പല വിധാനങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, എഴുതി നിർത്തിയതിന് അപ്പുറത്ത് നിന്ന് അനുവാചകൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരുപാട് വരികളും വാക്കുകളും ചോദ്യങ്ങളും ഈ കവിതകളും അവശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ കവിതകളും എന്ന് പറഞ്ഞത് ലോകമുണ്ടായ കാലം മുതൽ, സാഹിത്യമുണ്ടായ കാലം മുതൽ സാഹിത്യം എന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയതിന് അപ്പുറത്തുള്ള ഒരു നിശബ്ദതയിലാണ് അനുവാചകൻ്റെ മനസ്സിൽ കവിത അല്ലെങ്കിൽ സാഹിത്യം ഇരമ്പേണ്ടത്. അത് ഈ കവിതകളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കവിതകളിലും എന്ന് വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നത്. ഉൾവലിയുന്ന കാഴ്ചകളാണിവ. അപ്പോൾ എവിടെയോ ഒരു നൊമ്പരം അവശേഷിപ്പിക്കുന്നവ. അതുതന്നെയാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാനവും. കാരണം സഹിതമായതാണല്ലോ സാഹിത്യം. ഹിതം പറയുന്നത് എന്തോ അത് സാഹിത്യം. ആ ഹിതം എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാവണമെന്നൊന്നുമില്ല, ദുഃഖിപ്പിക്കുന്നത് തന്നെയാവാം. ദുഃഖിപ്പിക്കുന്ന സാഹിത്യത്തിനാണ് എന്നാലും പ്രാധാന്യം ലഭിച്ചിരുന്നതും. കാരണം ദുരന്ത നാടകങ്ങളായിരുന്നുവല്ലോ ആദ്യകാലത്തെ സാഹിത്യം മുഴുവൻ നിറഞ്ഞു നിന്നത്. പ്രിയപ്പെട്ടവർ, ഈ കവിതകളിലേക്ക് കടക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വരികൾ ഈ കവിതകളിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്. അതിലൊന്ന്, തിരിച്ചു ചോദിക്കുവാൻ ഒരു വാക്കുപോലും കിട്ടാതെ കൽപ്പന്തകളിൽ നാക്കുളുക്കി ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളെപ്പറ്റി എഴുതിയ പയ്യന്നൂർ വിനീത് കുമാറിൻ്റെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ എന്ന കവിതയാണ്. വാക്കുകൾ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയായിരിക്കും. ആ വാക്കുകളെ കണ്ടെത്തുകയും അതിനെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അതാണ് എപ്പോഴും കവികർമ്മം. അതുകൊണ്ടാണ് ഋഷിയാവണം കവി എന്ന് ഭാരതീയ മീമാംസകന്മാർ വിധിച്ചു വെച്ചത്. മറ്റൊന്ന്, നല്ല ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുവാൻ വൈകുന്നത് എന്ന് ചോദിക്കുന്ന സജീവ് കൊയ്പ്രയുടെ കവിതയാണ്. അതിനൊപ്പം തന്നെ അനാഥരായവർ എന്ന പേരിൽ രമേശ് ബാബുവിൻ്റെ ഒരു കവിതയുണ്ട്. ഒരു അമ്മ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും മക്കൾക്ക് എന്ന്, അമ്മയില്ലാതാവുന്നതോടുകൂടി ഒരു വീട് എത്രമാത്രം അനാഥമായി പോകുന്നുവെന്ന് ഒക്കെ ആ അനാഥരായവർ എന്ന കവിതയിലൂടെ രമേശ് ബാബു പറയുന്നുണ്ട്. ആതിര മുരളീധരൻ്റെ കവിത തെറിമരം വളരെ ശ്രദ്ധാർഹമായ ഒരു കവിതയാണ്. ആ തെറിമരം എന്ന കവിതയിൽ തെറികൾ എങ്ങനെയാണ് പലപ്പോഴും സ്ത്രീക്ക് കവചമായി മാറുന്നത്, എങ്ങനെ സ്ത്രീ തന്നെ ഒരു തെറിമരമായി മാറുന്നു എന്ന് സമകാലീന അവസ്ഥകളോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ആതിര മുരളീധരൻ പറയുന്നു. ഇനിയൊന്ന്, അമാവാസി രാവിനെ പ്രണയിച്ചവൻ എന്ന നമ്മുടെ രാജേഷ് പനയന്തട്ടയുടെ കവിത. പകലിൻ്റെ പക എന്ന വാക്ക് ഗംഗൻ കുഞ്ഞിമംഗലം പ്രയോഗിക്കുന്നതിനോട് ചേർത്ത് തന്നെ ഞാൻ രാവ് ആണ് കുറച്ചുകൂടി സുരക്ഷിതം എന്ന് കണ്ടെത്തുകയും പകലിൻ്റെ കാഴ്ചകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യേണ്ടി വരുന്ന ദുര്യോഗത്തെപ്പറ്റിയാണ് രാജേഷ് പറയുന്നത്. സന്ധ്യ ദേവദാസിൻ്റെ നിള എന്ന കവിത നിള എന്ന പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളിച്ചിപ്പയ്യൻ്റെയും തൻ്റെയും ജീവിതം ഒന്നു തന്നെയായിരുന്നുവെന്നും പാല് ഊറ്റിക്കുറിച്ചവർ ഉപേക്ഷിച്ചു പോകുമ്പോൾ തങ്ങൾ ഒരുപോലെ അനാഥരാകുന്നുവെന്നും പറഞ്ഞ അജിത ടീച്ചറുടെ കവിത. പിന്നെ ഭൂമി ഇത് മുഴുവൻ കണ്ടുകൊണ്ട് തന്നിലേക്ക് ഏൽക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും സ്വീകരിക്കുമ്പോഴും ഒരു ഗൂഢസ്മിതം സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയ വത്സല ചെറുകുന്നത്തിൻ്റെ വരികൾ. മറ്റൊന്ന്, ശ്രീലത കെ.വിയുടെ ജീവിതം എന്ന കവിതയാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു കവിതയായിരുന്നു. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു തെളിനീരൊഴുകയാണെങ്കിലും അനേകം അഴുക്ക് ചാലുകൾ അതിലേക്ക് വന്നു ചേരും. നമുക്ക് എത്ര തടുത്തു നിർത്തണം എന്ന് ആഗ്രഹിച്ചാലോ അത് വന്ന് നമ്മൾ ആ തെളിനീരരുവിയിൽ കലരുക തന്നെ ചെയ്യും എന്ന്
ഉറപ്പിച്ചു പറയുന്ന കവിത വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഞാൻ അനുഭവിച്ചത്. റീജ മുകുന്ദൻ്റെ ജാലക കാഴ്ചകൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയ, മറ്റു ഭൂമിയിൽ എന്ത് നടക്കുമ്പോഴും കുഴപ്പമില്ല, ഞാനും എൻ്റെ കാറും എൻ്റെ ഗേറ്റും എന്ന് പറയുന്ന ത്രികോണത്തിലേക്ക് ഒതുങ്ങിപ്പോയ മനുഷ്യരുടെ പൊതു സ്വഭാവത്തെ കുറിക്കുന്നുണ്ട്. മാഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്ന കവിതയും ഏതാണ്ട് അത് തന്നെയാണ്. ഭൂമിക്ക് മേൽ ഇത്രമേൽ ചൂഷണങ്ങൾ നടക്കുമ്പോഴും നമ്മിലേക്ക് തന്നെ ഉൾവലിയുന്ന നമ്മൾ എന്നെഴുതി ആ കവിത മുംതാസ് ടീച്ചർ അവസാനിപ്പിക്കുന്നു. നിർത്തട്ടെ. അവസാനമായി പെൺകുഞ്ഞിനു വേണ്ടി ഒരു താരാട്ടുപാട്ടൊഴുക്കിയ സദാശിവൻ്റെ മനോഹരമായ താരാട്ടുപാട്ടിന് നന്ദി പറയുന്നു. കാരണം പെൺകുഞ്ഞുങ്ങൾക്ക് താരാട്ട് പാടുവാൻ മറന്നുപോകുന്ന മാതാപിതാക്കളുടെ കാലമാണല്ലോ ഇത്. നന്ദി. എപ്പോഴും എന്നെ എന്ത് വായിക്കുന്നതും സന്തോഷിപ്പിക്കും. ഈ സമാഹാരം അയച്ചു തരികയും വായിക്കാൻ പ്രേരിപ്പിക്കും വിധം ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്ത സർഗജാലകത്തിൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സർഗജാലകം കുടുംബാംഗങ്ങളെ, 2020 അവസാനിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോട് തന്നെയാണ് നമ്മൾ 2020 വരവേറ്റത്. പക്ഷെ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് 2020 കടന്നു പോവുകയാണ്. 2021 വേണ്ടി നമ്മൾ ഒരുങ്ങുകയുമാണ്, വരവേൽക്കുവാൻ നമ്മൾ ഒരുങ്ങുകയുമാണ്. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ. അതിനപ്പുറം നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന്, ധാരാളം വായിക്കാൻ കഴിയട്ടെ എന്ന്, ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ സർഗജാലകം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അക്ഷര സൗഹൃദങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. ഫോറസ്റ്റ് ബുക്സ് എന്ന പേരു പോലും 2 നിലയിൽ വിവക്ഷിക്കാവുന്നതാണ്. ഫോറസ്റ്റ് എന്ന വിവക്ഷ വായനയുടെ വന്യഗഹനതയാണ്. ഫോർ റെസ്റ്റ് ആവട്ടെ വിശ്രാന്ത വായനയുടേതും. സദാശിവൻ ഇരിങ്ങലിനെ പോലുള്ള പ്രിയ സുഹൃത്തുക്കളും ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തെ പോലുള്ള സഹോദര തുല്യരും ചേർന്നൊരുക്കുന്ന ഈ 2 നിലയ്ക്കുമുള്ള ആനന്ദത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ഫോർ റെസ്റ്റിന്റെ എല്ലാ ഉദ്യമങ്ങളും ആനന്ദകരമാണ്. ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലം എഡിറ്റ് ചെയ്ത ഉൾവലിയും കാഴ്ചകൾ എന്ന 40 കവിതകളുടെ സമാഹാരമായ ഈ പുസ്തകത്തിന്റെ പ്രകാശനവും അത്യാനന്ദകരമാണ്. 40 കവികളുടെ, 40 കവിതകളുടെ, 40 ആന്തരിക ലോകങ്ങളുടെ ഈ പ്രകാശനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. Whole is this, whole is that, whole originates from the whole, taking whole from the whole, what remains is the whole. അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണം ഉദിക്കുന്നത്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ ശേഷിക്കുന്നതും പൂർണ്ണമാണ്. ഇത് നമ്മുടെ ആന്തരിക ലോകങ്ങളാണ്, അത് ബാഹ്യലോകവും. ബാഹ്യലോകത്ത് നിന്ന് ആന്തരിക ലോകങ്ങളും ആന്തരിക ലോകങ്ങളിൽ നിന്ന് ബാഹ്യലോകവും ഉരുവം കൊള്ളുന്നു. 40 കവികളുടെ 40 ആന്തരിക ലോകങ്ങളുടെ ആവിഷ്കാരമായ ഉൾവലിയും കാഴ്ചകൾ കാലത്തെ അതിജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമാഹാരത്തിന് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും അഭിവാദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, MV ഷാജി. പ്രിയപ്പെട്ടവരെ, സസ്നേഹ നമസ്കാരം. ധന്യമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സർഗജാലകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൾവലിയും കാഴ്ചകൾ എന്ന കവിതാ സമാഹാരം സിനിമയേക്കാൾ സാഹിത്യ ലോകത്ത് ജീവിക്കുന്ന ഏറെ ബഹുമാന്യനായ ശ്രീ മധുപാലിൻ്റെ മഹനീയ കരങ്ങൾ കൊണ്ട് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരക്കിനിടയിലും പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച ആദരണീയനായ ശ്രീ മധുപാലിന് സർഗജാലകത്തിൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ജീവിതത്തെ കവിതകളാൽ അലങ്കരിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ മാധവൻ പുറച്ചേരിയാണ് പുസ്തക പരിചയം നിർവഹിച്ചത്. നമ്മുടെ കുടുംബാംഗം കൂടിയായ അദ്ദേഹത്തിന് സ്നേഹാദരങ്ങളോടെ നന്ദി രേഖപ്പെടുന്നു. ഈ ചടങ്ങിന് ആശംസ നേർന്ന അധ്യാപക മികവിനൊപ്പം മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരി ഡോക്ടർ മിനി പ്രസാദ്, കഥാകൃത്തും നിരൂപകനുമായ ശ്രീ MV ഷാജി എന്നിവർക്ക് സർഗജാലകത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തട്ടെ.
ഭാഷയുടെ രണ്ട് ആവിഷ്കാര രൂപങ്ങളാണ് ഗദ്യവും കവിതയും. കേവല വിനിമയത്തിൻ്റെ ഭാഷ ഗദ്യവും സൂക്ഷ്മ സംവേദനത്തിൻ്റെ ഭാഷ കവിതയുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രതിഭാധനരായ കുടുംബാംഗങ്ങൾ രചിച്ച കവിതകളാണ് ഉൾവലിയും കാഴ്ചകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരുടെ സർഗാത്മകതയെ അഭിനന്ദിക്കുകയും കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഗ്രന്ഥത്തോട് വിശേഷപ്പെട്ടൊരു സ്നേഹമുള്ളത് കൊണ്ട് പറയട്ടെ, പയ്യന്നൂരിലെ നമ്മുടെ പുസ്തകശാലയിൽ ഇത് ലഭ്യമാണ്. എല്ലാവരും ഇത് വാങ്ങി വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സർഗജാലകത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കങ്ങൻ കുഞ്ഞിമംഗലം, സ്വാഗതം ആശംസിച്ച കർമ്മധീരനായ കാര്യദർശി ശ്രീ AK ഈശ്വരൻ നമ്പൂതിരി, സംഘാടക പക്ഷത്ത് നിൽക്കുന്ന സഹപ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഉൾവലിയും കാഴ്ചകളുടെ കവർ ഡിസൈൻ ചെയ്തത് അനുഗ്രഹീത കലാകാരൻ ശ്രീ റനീഷ് OK പുറക്കുന്നാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. സർഗജാലകത്തിലെ എല്ലാ കുടുംബാംഗങ്ങളോടും നേരെയുള്ള കൈകൂപ്പലാണിത്. നന്ദി എല്ലാവർക്കും. പുതുവത്സരാശംസകളോടെ നമസ്കാരം. VV വിജയൻ.